എല്ലാവരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ ജാസിയൊക്കെ മാസമായിരുന്നത്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് സീരിയസ്ലി നോണ പറയുന്നല്ല. വെയിറ്റ് ആൻഡ് സീ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? 2 ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ബിസി ആയി പോയി. ജാസി ഛർദ്ദിക്കുന്നു, ജാസി പ്രഗ്നന്റ് ആവുന്നു, ജാസിയുടെ ഡെലിവറി അടക്കം കഴിഞ്ഞു. എടാ, ആണുങ്ങൾ പ്രസവിക്കൂ. എടാ, നമ്മൾ ഗാലക്സി ഒന്നും മാറിപ്പോയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. ജാസി പ്രസവിക്കൂ അതോ ജാസിയുടെ മണിനാഥം നിലയ്ക്കൂ എന്നുള്ളത്. ജാസി താത്ത, ജാസി ഒരുപാട് പേര് പറഞ്ഞു ജാസി എന്ത് സർജറിയാണ് ചെയ്തത്, ജാസി സർജറി കഴിഞ്ഞോ അതോ ജാസിക്ക് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആണോ കഴിഞ്ഞത്, എന്താ അല്ലേ നമ്മൾ സർജറി കഴിഞ്ഞാൽ ഞാൻ എന്ത് സർജറിയാണ് കഴിഞ്ഞത് എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമല്ല. എനിക്കും എൻ്റെ പാർട്ട്ണറിനും അല്ലെങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ ചില കാരണം ഞാൻ നാട്ടുകാരനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം തന്നെ. എങ്ങനെയാണ് നീലക്കുയിലിനോടും പച്ചക്കുയിലിനോടൊക്കെ വിളിച്ചു പറഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആണ്, കുറച്ച് മാസം കഴിഞ്ഞ് നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റും. എന്നിട്ട് എന്താ പറയുക, മീഡിയാസിന് മുന്നിലൊക്കെ പോയിട്ട് പറഞ്ഞ് ഛർദ്ദിക്കണ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പം നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്താണെന്നോ? പൂർണ്ണതയുള്ള സ്ത്രീ ആയി മാറി എന്ന് ഞാൻ പറഞ്ഞു. എവിടെയും പറഞ്ഞില്ല പൂർണ്ണതയുള്ള സ്ത്രീ ആയി മാറി. ഒരിക്കലും അതാവില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് സ്ത്രീ ആയതിൽ എനിക്ക് സന്തോഷം. സ്ത്രീ ആവാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ആവാൻ വേണ്ടി ചെയ്ത സർജറികൾ ഞാൻ ചെയ്തു എന്നാണ്. അല്ലെങ്കിൽ ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ഞാനൊരു സ്ത്രീ ആണ് എന്ന് ഞാൻ എവിടെയും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എൻ്റെ അക്കൗണ്ടിൽ കിടക്കണം, നിങ്ങൾക്ക് നോക്കാവുന്ന. അപ്പൊ സ്ത്രീയാണെന്ന് നീ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ സ്ത്രീ അല്ലാത്ത നീ പ്രസവിക്കൂ? അതെനിക്ക് ചോദിക്കാനുള്ളത്. ജസിമാമ തുടക്കണ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അത് പ്രത്യേകം ഡോക്ടർ പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഒന്നും വരാണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ അത് മാറ്റി ഒരു ഓപ്പൺ നൈറ്റി, ഞാൻ അധികം ഓപ്പൺ നൈറ്റി ആണ് ഇടുന്നത്. കാരണം കൈ ഇങ്ങനെ അധികം പൊന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അയ്യോ എടാ കയ്യും കാലൊന്നും പൊന്തിക്കാൻ പറ്റില്ല. പക്ഷെ ജാസി താത്ത 2 ദിവസം മുമ്പിട്ട റീൽസ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. കയ്യും കാലൊന്നും പൊന്തിക്കൊന്നുമില്ല, ബാക്കിയെല്ലാം താത്ത ചെയ്യും. കോപ്പറേറ്റ് കിട്ടും താത്തയ്ക്ക്. അപ്പൊ ഈ പരിപാടി ഒപ്പിക്കാനൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നെയ്റ്റി പൊക്കാനും പരിപാടിക്ക് പ്രശ്നമുള്ളൂ. ഇനിയിപ്പോ താത്ത ഇത്രയും പടായി ഇളക്കിയ താത്ത ഇത് പറഞ്ഞു വരും. ഞാനിത് മുമ്പെടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യണ്ടെന്നൊക്കെ താത്ത ഇനി പറഞ്ഞിട്ട് വരും. അപ്പൊ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് മാറ്റി ഒരു ഓപ്പൺ നൈറ്റി, ഞാൻ അധികം ഓപ്പൺ നൈറ്റി ആണ് ഇടുന്നത്. കാരണം കൈ ഇങ്ങനെ അധികം പൊന്തിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഓപ്പൺ നൈറ്റി ആണ് നല്ലത്. പിന്നെ അതാണ്. അതെ, ഓപ്പൺ നൈറ്റ് താത്ത നല്ലത്. എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ. മാത്രമാണോ ഇങ്ങനെ ഗർഭിണിയാന്നൊക്കെ പറഞ്ഞ ആള് ഇതിനു മുമ്പ് എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ റെനയാൻ തന്നെ എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് സർജറി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അവരൊന്നും വിളിച്ച് ആരും ചോദിച്ചില്ല അവർ ഏത് സർജറി ചെയ്തിരിക്കുന്നത്, അവരെങ്ങനെ ചെയ്തിരിക്കുന്നത്, എപ്പോഴാണ് ചെയ്തിരിക്കുന്നത്. എടാ, അവരൊന്നും നിന്നെ പോലെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടല്ല പോയത്, മനസ്സിലായ? നീ കണ്ട മീഡിയാസിൻ്റെ അടുത്ത് മൊത്തം ഞാൻ പ്രസവിക്കാൻ പോവുകയാണ്, ഞാൻ അത് ചെയ്യാൻ പോവുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം എന്താ വരാൻ പോകണമെന്നുള്ളത്, ഛർദ്ദിക്കുക ഈ പരിപാടിയൊക്കെ. അപ്പൊ ആൾക്കാർക്ക് ഒരു ത്വര വരില്ലേ ഓട്ടോമാറ്റിക് ആയിട്ട്, എന്താ ജാസി അവിടെ പോയി ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് മുത്തേ, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. എന്താണ് ഇങ്ങനെ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാനിത് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് സത്യം. നല്ല കുറേ ട്രോളും എനിക്ക് കിട്ടുന്ന, വെറുതെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രൊമോഷൻ അല്ലേ. നടക്കട്ടെ. അപ്പം അതെനിക്ക് വയ്യാണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് അധികം ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാരിൻ്റെ പേര് വീണ്ടും ഇങ്ങനെ കേൾക്കില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഫ്രീ പ്രൊമോഷൻസ് അല്ലേ, വളരെ നല്ല കാര്യം. അത് ഇനി നെഗറ്റീവോ പോസിറ്റീവോ നിങ്ങൾ പറഞ്ഞ് പ്രൊമോഷൻ ചെയ്ത് തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഗുണേ ഉള്ളൂ, എൻ്റെ അക്കൗണ്ട് റീച്ച് ആവുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഉച്ചയ്ക്ക് ഇങ്ങനെ കഞ്ഞിയാണ് കുടിക്കാറ്. പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് റീച്ച് കൂട്ടുക. എന്നെ കൈ കിട്ടട്ടാ, കാണിച്ചാ നിന്നെ. അവരാരെ കാര്യങ്ങൾ നോക്കിയാൽ നടന്ന പോലെ മറ്റുള്ള ലൈഫിൽ എന്താണ് നടക്കുന്നത് അതറിയാനുള്ള ആൾക്കാരെ തോരാ. ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ എന്താ പറയാ, ഒരു ലൈഫ് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ സ്ത്രീയായി മെല്ലെ ആ സ്ത്രീയിലേക്ക് ഇങ്ങനെ വരുന്നത്, ആ ജേണി ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെ കമ്മ്യൂണിറ്റി വിട്ട ആൾക്കാരെ കുറെ ആൾക്കാർ ട്രോളൊന്ന് ജാസി മാമ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്ത ഒരാളായിരുന്നു.
നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബേഴ്സിന് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം ജാസ് നല്ല രീതിയിലാണ് സമൂഹത്തിൽ ജീവിക്കുന്നത്, മറ്റുള്ളവന്റെ പിടിച്ചു പറിക്കാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തന്നെ ഈ മാറ്റി പറയിപ്പിച്ചില്ലേ. അസൂയ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ ഇത്രത്തോളം ഒരു അസൂയ. അയ്യോ, നാട്ടിലെ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ട് ഞാൻ ഗർഭിണിയാണ്, ഞാൻ പ്രസവിക്കാൻ പോവാന്നൊരാണ് പറഞ്ഞിട്ട് അസൂയാന്ന് മറ്റുള്ളവർക്ക്. ഏത് വകയിലാണ് മാമ നിനക്ക് അസൂയ വരണ്ടേ ഞങ്ങളുടെ എത്തുന്നത്? അമ്മനെയും കൊന്നാലും രണ്ടു ഭാഗം പറയുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് പോവുക, അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ ഞാൻ ഫേമസിന് വേണ്ടിയിട്ടാണ്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ടിക്ടോക്കുള്ള കാലം മുതലേ, അല്ലെങ്കിൽ ദുബായിൽ ടിക്ടോക്കുള്ള കാലം മുതലേ ഞാൻ അത്യാവശ്യം എന്നെ എല്ലാവരും അറിയുന്നുണ്ട്. പിന്നെ അതിന് മാത്രമേ പിന്നെ കുറച്ചും കൂടെ ഫെയിം ആവണം എന്നുള്ള രീതിയൊന്നും എനിക്കില്ല. പിന്നെ എൻ്റെ വിവാദങ്ങളെല്ലാം ഞാൻ അറിയാണ്ട് വരുന്ന വിവാദങ്ങളാണ്. ഞാൻ പറഞ്ഞു ജാസിത്താത്ത അറിയാതെയാണ് പറയണത്, ഞാൻ പ്രഗ്നന്റ് ആണ്, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനൊരു കുട്ടീനെ പ്രസവിക്കും, അതൊക്കെ ഞാൻ അറിയാണ്ട് കേട്ടോ പറയുന്നത്, അല്ലാണ്ട് വേണച്ചിട്ടല്ല. അല്ലേ ജാസിത്താത്ത? പറഞ്ഞു വരുന്ന വിവാദങ്ങളല്ല, അതെനിക്ക് ഇതിൽ പറയണമെന്ന് തോന്നുന്നത്. അല്ല, എല്ലാവർക്കും റീച്ച് അല്ലേ വേണ്ടത്, എല്ലാവരും റീച്ച് വാങ്ങട്ടെ. എല്ലാവർക്കും റീച്ചാ വേണ്ടത്, ശരിയാട്ടോ. താത്ത റീച്ചിന് വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കില്ല. ഞാൻ ജാസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോ സമൂഹത്തിൽ വെച്ച് പരത്തോ, ആണ് പ്രസവിക്കാൻ പോവുകയാണ്, ആൾക്കാരുടെ മുന്നിൽ ഛർദ്ദിച്ച് കാണിക്കണ വീഡിയോ എടുക്കുക, എന്നിട്ട് ഞാൻ അതാ പ്രസവിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഓരോ ഹോസ്പിറ്റലിലേക്ക് പോവുക, ആ സർജറി ഈ സർജറി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാസിയുടെ അണ്ടർ പാർട്ട് സർജറി അവിടെ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്ത് സർജറി ചെയ്യാനാണ് ജാസി പോയത്? പ്രസവിക്കാന്നുള്ള ഒരു രീതിയിലാണ് ജാസി സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിങ്ങനെ പരത്തിണ്ടായിരുന്നത്. നല്ല രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്താണ്. ബാക്കിയുള്ള ആൾക്കാരെ പോലെ അല്ല ജാസി, സ്വന്തം കാര്യം നോക്കുന്ന ആളാണ്, അന്തസ്സായിട്ടാണ് ജീവിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്താണ്. എന്നെ കൊണ്ട് തന്നെ ജാസി മാമ ഇത് തിരുത്തി പറയിച്ചു. നന്നായിട്ടുണ്ട്. മോശം എന്നേ പറയാൻ പറ്റൂ. ജാസി താത്തയുടെ അപരാധങ്ങൾ 2026 ഒന്ന് സൗണ്ട് ഉണ്ടാക്കാതിരിക്കടാ മരം കുത്തി. അപ്പൊ 2026 ജാസി താത്തയുടെ അപരാധങ്ങൾ നമുക്ക് കാണാൻ കാണില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞ് നമുക്ക് വീഡിയോ നിർത്താം. നമ്മളിവിടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒന്നും കാട്ടുന്നില്ല. ജാസി കാട്ടിയതിന്റെ കുറച്ച് കാട്ടിയെന്നുള്ളൂ, അല്ലാണ്ട് വേറൊന്നും ഇവിടെ വരാനില്ല. അങ്ങനെ ചെയ്യരുത് എന്നേ പറയാനുള്ളൂ. കാരണം കടയാടി മോനൊക്കെ മൂഡ് പോയടാ. അപ്പൊ ശരി ഗൈസ്, ഇപ്പൊ ജാസിയോടേക്ക് ഒന്നേ പറയുള്ളൂ, അവരാതങ്ങ് നിർത്ത്. 2026 ആകുമ്പോഴേക്ക് ഒരു നല്ല മനുഷ്യനായിട്ട് വാ. അല്ല, അണക്ക് അച്ഛനാവാനേ പറ്റും, അല്ലാണ്ട് അമ്മയൊന്നും ആവാൻ പറ്റൊന്നുമില്ല. പൊന്നാരം കാട്ടിയിട്ട് വീഡിയോ കാട്ടുമ്പോൾ ആലോചിക്കണം. എന്നാ ശരി ഗൈസ്, ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.